പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 കെമിസ്ട്രിയിലെ 4ാമത്തെ യൂണിറ്റ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക, ഒരു അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക എന്നൊക്കെ നന്നായിട്ട് പഠിച്ചതാണ്. എന്താണ് ഒരു കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ, അതേപോലെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്, എന്താണ് ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. നോക്കൂ, എന്താണ് ഒരു കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കൂ, നമ്മൾ ചില മോളിക്യൂൾ, ഇപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ നിങ്ങൾക്കറിയാം, മോളിക്കുലാർ ഫോമുല H2O. ഇവിടെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഇടയ്ക്ക് എന്തോ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതേപോലെ സോഡിയം ക്ലോറൈഡ്, ദെൻ ഇവിടെ ഒരു ഹൈഡ്രജനും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, സോഡിയം ക്ലോറൈഡ്, നമ്മളെ ഉപ്പ് NaCl, ഇതിൽ Na+ അയോണും ഉണ്ട്, Cl- അയോണും ഉണ്ട്. ഇവർക്കിടയ്ക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. അപ്പോൾ എന്താ കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു കെമിക്കൽ സ്പീഷീസിൽ ആറ്റംസോ അല്ലെങ്കിൽ അയോൺസോ ഇവക്കിടക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. ക്ലിയർ ആണല്ലോ? അത് എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ് വാരിയസ് കോൺസ്റ്റിറ്റ്യുവൻസ്. അതെന്താകാം? ആറ്റാകാം, അയോൺ ആകാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള ടുഗദർ ഇൻ കെമിക്കൽ സ്പീഷീസ് ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ട്. ഒരു കെമിക്കൽ സ്പീഷീസിൽ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ലൂയിസ് സിംബിൾസ്. അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 11. എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം? 1s2 2s2 2p6 3s1. ഇതല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ഓർബിറ്റൽ വൈസ് എഴുതുകയാണെങ്കിൽ 281 എന്ന് പറയും. നമ്മൾ ഇതിനെ വിളിക്കും വാലൻസ് ഷെൽ എന്ന് വിളിക്കും. അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണാണ് വാലൻസ് ഷെല്ലിലുള്ളത്. ഇതാണ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുക. ഇത് ഇന്നർ ഇലക്ട്രോൺസ് ആണ്. ദെൻ ഈ വാലൻസ് ഇലക്ട്രോൺ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കും. അതിനെ നമ്മൾ ഒരു ഡോട്ടോ അല്ലെങ്കിൽ ക്രോസോ ആയിട്ട് കാണിക്കും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ അത് നമ്മൾ പറയുന്ന പേരാണ് ലൂയിസ് സിമ്പിൾ. വളരെ സിമ്പിളാണ്. ദെൻ നമ്മൾ ഒരു എലമെന്റിന്റെ സിമ്പിൾ എഴുതുന്നു, അതിൻ്റെ ദെൻ ഓക്കെ ഔട്ടറിൽ നമ്മൾ എന്ത് കാണിക്കുന്നു? ഡോട്ടോ അല്ലെങ്കിൽ ക്രോസോ ആയിട്ട് ബാലൻസ് ഇലക്ട്രോണിനെ കാണിക്കുന്നു. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് ലൂയിസ് സിമ്പിൾസ്. എന്തായാലും കൊടുത്താൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ വാലൻസ് ഇലക്ട്രോൺ എന്ന് വിളിക്കും. ഇന്നർ ഇലക്ട്രോൺസ് വെൽ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, കോർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നുണ്ട്. ലൂയിസ് ഇൻട്രൊഡ്യൂസ്ഡ് എ സിമ്പിൾ നൊട്ടേഷൻ ടു റെപ്രസെന്റ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. എന്താണ് ആ നൊട്ടേഷൻ? എന്താണ്? ഇത്രയേ ഉള്ളൂ. എ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ, then for an atom consists of symbol of the element and one dot for each valence electron. ഓരോ വാലൻസ് ഇലക്ട്രോണിനും ഒരു ഡോട്ട് കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര? അല്ലെങ്കിൽ നമ്മൾ പറയാം ബോറോൺ ആയിക്കോട്ടെ, ബോറോണിന്റെ അറ്റോമിക് നമ്പർ എത്ര? 5. എങ്ങനെ എഴുതാം? 1s2 2s2 2p1. ഇതല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട്? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2p അല്ല, 2s ഉണ്ട്, 2p ഉണ്ട്. ടോട്ടൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ബോറോണിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ബോറോണിനെ. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇതേപോലെ നമ്മൾ ഇപ്പൊ നിങ്ങൾ നൈട്രജൻ പറ, അറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7. എങ്ങനെ? 2 5 ഇങ്ങനെയല്ലേ എഴുതാം? അല്ലെങ്കിൽ 1s2 2s2 2p3. വാലൻസ് ഷെൽ എത്ര ഇലക്ട്രോൺ ആണ്? 5 ഇലക്ട്രോൺ ആണ്. സോ നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, 1 2 3 4 5. ഇതിനാണ് ലൂയിസ് സിമ്പിൾ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ ഇത്? നമുക്ക് കുറച്ച് എലമെന്റ്സിന്റെ ലൂയിസ് സിമ്പിൾസ് നോക്കാം. ഹൈഡ്രജൻ 1s1 ആണ്. അപ്പോൾ ഒരു ഒറ്റ ഇലക്ട്രോൺ ആ വാലൻസ് ഷെല്ലിലുള്ളത്. നോക്കി, ഹീലിയത്തിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്, ശരിയല്ലേ അത്? ലിഥിയത്തിനാണെങ്കിൽ എത്രയുള്ളത്? 1s2 2s1 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ലിഥിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. ബെറിലിയത്തിനാണെങ്കിൽ 1s2 2s2 ആണ്. അപ്പോൾ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 2 ഡോട്ട് കാണിക്കുന്നു. എളുപ്പമല്ലേ അത്? ഇത് വെച്ചിട്ട് നമുക്ക് പീരിയോഡിക് ടേബിൾ അറിയാമെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏതൊക്കെയാണ്? ലിഥിയം ഉണ്ട്, അറ്റോമിക് നമ്പർ 3 ആണ്. ഹീലിയത്തിന്റെ ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിന്നെ 2s1 ആണ്. ഇനി സോഡിയം ആണെങ്കിൽ അറ്റോമിക് നമ്പർ 11. നിയോണിന്റെ കോൺഫിഗറേഷൻ 3s1 ആണ്. ഇനി അടുത്ത് പൊട്ടാസ്യം ആണെങ്കിൽ 19. എങ്ങനെ എഴുതാം? ആർഗണിന്റെ കോൺഫിഗറേഷൻ അത് കഴിഞ്ഞിട്ട് 4s1 ആണ്.
ഇതൊക്കെ വാലൻസ് ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺ. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ ഇപ്പൊ ലിഥിയത്തിന് എങ്ങനെ കാണിക്കാം, ഒരു ഇലക്ട്രോൺ ആണുള്ളത്. സോഡിയത്തിന് എങ്ങനെ കാണിക്കാം, ഒരു ഇലക്ട്രോൺ. പൊട്ടാസ്യത്തിന് എങ്ങനെ കാണിക്കാം, ഒരു ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോണിന് എങ്ങനെ കാണിക്കാം, ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഏത് എലമെന്റ് എടുത്താലും വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ഏത് എലമെന്റ് എടുത്താലും വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇനി നമ്മൾ നേരത്തെ 13th ഗ്രൂപ്പ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ഇവർക്കൊക്കെ ഇപ്പൊ അലൂമിനിയത്തിനാണെങ്കിൽ 13 ആണ് അറ്റോമിക് നമ്പർ. എങ്ങനെ എഴുതുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നിയോണിന്റെ 10 ഉണ്ട്, 3s2 3p1. വാലൻസ് ഇലക്ട്രോൺ 3 ഉണ്ട്. നമ്മൾ 13th ഗ്രൂപ്പ് ഏത് എലമെന്റ് എടുത്താലും വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. 14th ഗ്രൂപ്പിൽ 4, 15th ഗ്രൂപ്പിൽ 5, 16th ഗ്രൂപ്പിൽ 6, 17th ഗ്രൂപ്പിൽ 7, 18th ഗ്രൂപ്പിൽ ഹീലിയത്തിന് മാത്രം 2 ഇലക്ട്രോൺ ഉണ്ടാവും. ബാക്കി എല്ലാ എലമെന്റ്സിനും ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. നോക്കൂ നിങ്ങൾ. അപ്പൊ നമുക്ക് ഏത് എലമെന്റ്, ഇപ്പൊ നമുക്ക് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് പറയാം അത് 17th ഗ്രൂപ്പിലാണ്. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 7 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഫോസ്ഫറസ്, ദെൻ നൈട്രജൻ ഫോസ്ഫറസ് 15th ഗ്രൂപ്പിലാണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഔട്ടർ മോസ്റ്റിൽ? 5 ഇലക്ട്രോൺസ്. എളുപ്പമാണല്ലോ. അത് വെച്ചിട്ട് നമുക്ക് ഏത് എലമെന്റിനും ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പിൽ 1 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റിൽ, സെക്കൻഡ് ഗ്രൂപ്പിൽ 2 ഇലക്ട്രോൺസ്, 13th ഗ്രൂപ്പിൽ 3 ഇലക്ട്രോൺ, 14th ഗ്രൂപ്പിൽ 4 ഇലക്ട്രോൺ. മനസ്സിലാവുന്നുണ്ടോ അത്? ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലൂയിസ് സിംബിൾസ് എന്ന് വിളിക്കുന്നത്, ലൂയിസ് നൊട്ടേഷൻ. ഓക്കെ, എളുപ്പമല്ലേ ഇതൊക്കെ? നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. നമ്മൾ എന്തിനാണ് ഒരു ആറ്റം കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്? ദെൻ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റി കിട്ടുമ്പോൾ എനർജി കുറയും. എങ്ങനെ ഒരു ആറ്റം സ്റ്റേബിൾ ആയിട്ട് മാറുക? നമ്മൾ നോക്കിയത് നോബിൾ ഗ്യാസിൽ ആരൊക്കെ നോബിൾ ഗ്യാസ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡൺ. ഓക്കെ, ഇതില് ഓർഗനൈസൺ അതുകൂടി ഉണ്ട്. വേണമെങ്കിൽ എഴുതാന്ന് മാത്രം. ഈ ഹീലിയത്തിന് മാത്രം ഔട്ടർ മോഷനിൽ 2 ഇലക്ട്രോൺ. ബാക്കി എല്ലാ എലമെന്റ്സിനും ഔട്ടർ മോഷനിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഒക്ടക്റ്റ് ഉണ്ട് ഇവർക്കെല്ലാം. ദെൻ ഇവർക്ക് ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺ 8 ഇലക്ട്രോൺസ് ഔട്ടർ മോഷനിലുണ്ട്. ഇവരൊക്കെ ഇനേർട്ടാണ്. ഇവിടെ സ്റ്റേബിൾ ആണ്, എനർജി കുറവുള്ള സ്റ്റേറ്റ് ആണ് എന്ന്. ഇവരൊക്കെ സ്റ്റേബിൾ ആണ്, ഇനേർട്ടാണ്. ഇവിടുന്നാണ് ലൂയിസ് ആൻഡ് കോസൽ എന്നുള്ള 2 സയന്റിസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ റൂള് കൊണ്ടുവരാണ്, ഒക്ടക്റ്റ് റൂള്. ഇത്രയേ ഉള്ളൂ. ഇവരെ ഇനേർട്ട്നെസ്സിന് കാരണം ഈ ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ എലമെന്റും ഓരോ ആറ്റവും എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. എങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടുക? ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺ കിട്ടിയാൽ അതെന്താവും? സ്റ്റേബിൾ ആവും. അവിടെ നിന്നാണ് ഒക്ടക്റ്റ് റൂൾ വരുന്നത്. എന്താ ഒക്ടക്റ്റ് റൂൾ? വളരെ എളുപ്പമാണ്. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലൂയിസ് ആൻഡ് കോസൽ. സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ആറ്റംസ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് ഇൻ ഓർഡർ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നാണ്. അല്ലെങ്കിൽ ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ എന്നാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ. അപ്പൊ എന്താ അവിടെ പറയുന്ന നോക്കിയേക്ക്. അക്കോർഡിംഗ് ടു ദിസ് റൂൾ ആറ്റംസ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ ഇൻ ഓർഡർ ടു അറ്റൈൻ ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നതാണ് ഒക്ടക്റ്റ് റൂൾ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒക്ടക്റ്റ് അറ്റൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മളിനി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഒക്ടക്റ്റ് പല രൂപത്തിൽ കിട്ടാം. ഒന്നെങ്കിൽ ഷെയറിംഗ് ആയിരിക്കാം. ഓക്കെ, 2 ആറ്റംസ് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ദെൻ ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ ആകാം. ഒരു ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോൺ, ഒരു ആറ്റം അടുത്ത ആറ്റത്തിന് അതിൻ്റെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാം. അപ്പോൾ 2 രൂപത്തിലാണ് കാര്യമായിട്ട് പറയുന്നത്. ഒന്ന് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ ആകാം, അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആകാം. ഇതാണ് ഒക്ടക്റ്റ് റൂൾ. എങ്ങനെ വരുന്നത്? ദെൻ നോബിൾ ഗ്യാസ് കെമിക്കലി ഇനേർട്ടാണ്. ഓക്കെ, ദെയർ ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്ൻ 8 ഇലക്ട്രോൺസ്. ഇവിടുന്ന് പറയാണ് ആറ്റംസ് എൻ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ഇൻ ഓർഡർ ടു അറ്റൈൻ ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. ഈ റൂളിനെ പറയുന്ന പേരാണ് ഒക്ടക്റ്റ് റൂള്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടാണ് അടുത്ത് പഠിക്കുന്നത്. നോക്കിയേക്ക്, ഈ ഒക്ടക്റ്റ് റൂൾ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കുന്ന ബോണ്ടുകളാണ്. 1 അയോണിക് ബോണ്ട് ഉണ്ട്, 2 കോവാലന്റ് ബോണ്ട് ഉണ്ട്, 3 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. നിങ്ങൾ കേട്ട പേരുകളായിരിക്കും. ഒന്നാമത്തെ പേര് അയോണിക് ബോണ്ട്, രണ്ടാമത്തേതാണ് കോവാലന്റ് ബോണ്ട്, മൂന്നാമത്തേതാണ് കോർഡിനേറ്റ് ബോണ്ട്. നമുക്ക് ഈ ഓരോ ബോണ്ടുകളും വിശദമായിട്ട് പഠിക്കാനുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഈ അയോണിക് ബോണ്ട് എന്നുള്ളത്? ഇവിടെ നോക്കൂ. ദെൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ സോഡിയം ക്ലോറൈഡ് NaCl, ദെൻ ഇവിടെ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷനിൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം. എങ്ങനെ വരിക? 281. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്? സോഡിയത്തിന്റെ ഔട്ടർ മോഷനിൽ ഒരു ഇലക്ട്രോൺ. ഇനി ക്ലോറിൻ ആണെങ്കിൽ ദെൻ എത്ര അറ്റോമിക് നമ്പർ? 17 ആണ്. എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 287. ഇങ്ങനെയല്ലേ എഴുതാം. ദെൻ ക്ലോറിന്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്.
7 ഇലക്ട്രോൺസ്. അപ്പോൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സോഡിയത്തിൻ്റെ ഔട്ടർ മോഷനിൽ ഒരു ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ. ഇനി ഇവിടെ സോഡിയം ഈ ഇലക്ട്രോണിനെ ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോൺ ആണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഒക്ടക്റ്റ് ഉണ്ട്. ഇയാൾക്ക് ഈ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒക്ടക്റ്റ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിന് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പോസിറ്റീവ് അയോണായി മാറും. ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നെഗറ്റീവ് അയോണായി മാറും. പോസിറ്റീവ് അയോണിനെ നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കും, നെഗറ്റീവ് അയോണിനെ വിളിക്കും ആനയോൺ. രണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് വന്നു കഴിഞ്ഞാൽ ആ അയോൺസിന്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ബോണ്ടിനെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്നൊക്കെ വിളിക്കും. അപ്പൊ എന്താ അയോണിക് ബോണ്ട് എങ്ങനെ ഫോം ചെയ്തത്? ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. എന്താ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ, അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്. വായിച്ചു നോക്കും. അയോണിക് ബോണ്ട് ഈസ് ഫോംഡ് വെൻ വൺ ആറ്റം ട്രാൻസ്ഫേഴ്സ് one or more electrons from then its valence shell to complete the octet. The atom which lost electron become positive charged and atom which gain electron become negative charged. Then in ionic bond is defined as പഠിക്കണത് electrostatic force of attraction holding oppositely charged ions. ഇതിനാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയാം. നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ. സോഡിയം ഇലക്ട്രോണിനെ ലോസ് ചെയ്തു, ദെൻ ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. സോഡിയം പോസിറ്റീവ് അയോൺ ആയിട്ട് മാറി, ക്ലോറിൻ നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി. നോക്കൂ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ നോക്കിയേക്കത്. സോഡിയം ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നിയോണിന്റെ കോൺഫിഗറേഷൻ 3s1 ആണ്. ദെൻ ഒരു ഇലക്ട്രോൺ ആണ് ഔട്ടർ മോഷനിലുള്ള വാലൻസ് ഇലക്ട്രോൺ. അയാൾ ഇലക്ട്രോണിനെ ലോസ് ചെയ്തു, അപ്പോൾ Na+ അയോൺ ആയിട്ട് മാറി. ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങി Cl- അയോൺ ആയിട്ട് മാറി. അവർ തമ്മിൽ അട്രാക്ഷൻ, ഇതിനെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്, അല്ലെങ്കിൽ എന്താ പേരെന്താണ്? ഇലക്ട്രോ വാലന്റ് ബോണ്ട്. ക്ലിയർ അല്ലേ? അത് നോക്കൂ അയോണിക് ബോണ്ട്. നിങ്ങൾ ആ പിക്ചർ നോക്കൂ. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേ. 281 എന്നുള്ളതാണ്. സോഡിയം ആ ഇലക്ട്രോണിനെ ക്ലോറിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ സോഡിയത്തിന് ഒക്ടറ്റ് കിട്ടി, Na+ അയോൺ ആയപ്പോൾ Cl- ആയപ്പോൾ ക്ലോറൈഡിന് ഒക്ടറ്റ് കിട്ടി. അപ്പോൾ അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനാണ് അയോണിക് ബോണ്ട്. Then ionic bond electrons from sodium is transferred to chlorine. This causes a charge imbalance in each atom. Sodium become Na+ and Cl become Cl-. Then charged particles or ions. ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നോക്കൂ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം സോഡിയം ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു. അപ്പോൾ സോഡിയം അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇതിനെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? ഇനി ഇതേപോലെ നമുക്ക് വീണ്ടും എക്സാമ്പിളുകൾ പറയാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കൂ, ഫാക്ടേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് പഠിക്കാം. എങ്ങനെയുള്ളത്? മെഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോഷനിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസ് സെക്കൻഡ് ഗ്രൂപ്പിലല്ലേ ഉള്ളത്. ഓക്സിജൻ 16th ഗ്രൂപ്പിലാണ്. എത്ര ഇലക്ട്രോണിന്റെ ഔട്ടർ മോഷനിൽ? 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഈ ഇലക്ട്രോണിന് ഇയാൾ ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുത്തു, 2 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എന്താ കിട്ടിയത്? എന്താ? Mg2+ O2- അയോണും. ഇവിടെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, ഇവക്കിടക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. ഇതിനെ വേണമെങ്കിൽ ഇലക്ട്രോ വാലൻസി എന്ന് പറയാം. എത്ര ഇലക്ട്രോണിനെ കൊടുക്കുന്നു വാങ്ങുന്നു, അതിനെ പറയുന്ന പേരെന്താ? ഇലക്ട്രോ വാലൻസി. ഇവിടെ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോ വാലൻസി 2 ആണ്, ഓക്സിജന് 2 ആണ്. സോഡിയം ക്ലോറൈഡിൽ സോഡിയം 1 ഇലക്ട്രോണിനാണ് ക്ലോറിന് കൊടുത്തത്. സോ ഇയാൾ ഇലക്ട്രോ വാലൻസി 1 ആണ്. ദെൻ ക്ലോറിന്റെ ഇലക്ട്രോ വാലൻസി 1 ആണ്. ക്ലിയർ അല്ലേ? അത് അടുത്ത് നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണിക് ബോണ്ട് ഫോർമേഷൻ എന്നുള്ളത് നോക്കാം. നോക്കൂ എന്തൊക്കെയാണ് അയോണിക് ബോണ്ട് ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കൂ. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷനിൽ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. Na+ ഗേഷ്യസ് അയോൺ പ്ലസ് ഇലക്ട്രോൺ. സോഡിയം ഗ്യാസ് ആണെങ്കിൽ ഇത് നമ്മൾ പറയുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. കേട്ടിട്ടുണ്ടോ? ഇയാൾ പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കണം? വളരെ കുറവായിരിക്കണം. അതാണ് അവിടെ എഴുതിയത്. M will give M+ ഇലക്ട്രോൺ, അത് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി ക്ലോറിൻ ഗ്യാസ് ആ ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Cl- ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ഇയാൾ റിലീസ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ചേഞ്ചുള്ള എനർജി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോണിനെ നന്നായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. മാക്സിമം നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തത് അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യണം. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലാർജ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. ലാർജ് നെഗറ്റീവ് വാല്യൂ. ഇനി മൂന്നാമത്തെ ഒരു ടേം കൂടി ഉണ്ട്. ഇവിടെ നോക്കൂ. ഈ Na+ ഗേഷ്യസ് അയോണും
Cl മൈനസ് ഗേഷ്യസ് അയോണും കൂടിയിട്ട് NaCl സോളിഡ് ആവുമ്പോൾ പുതിയ ബോണ്ട് ഫോമുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അത് നമ്മൾ പറയുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. പേരെന്താണ്? ലാറ്റിസ് എൻതാൽപ്പി. ഡെൽറ്റ എച്ച് ലാറ്റിസ് എൻതാൽപ്പി. ദെൻ ഓക്കെ, അപ്പോൾ എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നോ അത്രത്തോളം അത് സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണിക് ബോണ്ട് എന്തൊക്കെയാണ്? ഒന്ന്, ദെൻ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കണം. വായിച്ചു നോക്കൂ, ലോ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് മെറ്റൽ ആറ്റം. രണ്ടാമത്തെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് നോൺ മെറ്റൽ ആറ്റം ഷുഡ് ബി ഹൈലി നെഗറ്റീവ്. മൂന്നാമത്തെ എന്താണ്? ഹൈ ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ്. എന്താ ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, 1 മോൾ ഓഫ് അയോണിക് സോളിഡ് അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് ഗേഷ്യസ് അയോൺസ് ഫോം ചെയ്യുമ്പോഴുള്ള എനർജി ചേഞ്ച്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇത്രയും എനർജി അങ്ങോട്ട് കൊടുത്താൽ ഈ അയോണിക് സോളിഡിനെ അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസ് ആയിട്ട് മാറ്റാം. എങ്ങനെ പറഞ്ഞത്? Na പ്ലസ് അയോണും Cl മൈനസ് ഗേഷ്യസ് അയോൺസ് കൂടിയിട്ട് 1 മോൾ സോളിഡ് NaCl ഉണ്ടാവുമ്പോൾ ദെൻ പുതിയ അട്രാക്ഷൻ വരുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ആ എനർജിയെ പറയുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. അല്ലെങ്കിൽ അത്രയും എനർജി നമ്മൾ NaCl 1 മോൾ സോളിഡ് അയോണിക് കോമ്പൗണ്ടിന് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ഇത് ബ്രേക്ക് ചെയ്തിട്ട് Na പ്ലസ് ഗേഷ്യസ് അയോണും Cl മൈനസ് ഗേഷ്യസ് അയോണായിട്ട് മാറും. അതിനാണ് നമ്മൾ വിളിക്കുന്നത് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ 3 ടേംസ് എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി, അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുക? അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും ലോ വാല്യൂ ആയിരിക്കണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മാക്സിമം നെഗറ്റീവ് ആയിരിക്കണം. അതേപോലെ ലാറ്റിസ് എൻതാൽപ്പി ഇതിനൊക്കെ ഹൈ വാല്യൂ ആണെങ്കിൽ അയോണിക് ബോണ്ട് എന്തായിരിക്കും? പെട്ടെന്ന് ഫോം ചെയ്യും. അതല്ല അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കൂ. ദെൻ എന്താണ് ഈ ലാറ്റിസ് എൻതാൽപ്പി? അവിടെ ഉണ്ട്. ലാറ്റിസ് എൻതാൽപ്പി ഓഫ് an ionic solid is defined as energy required to completely separate 1 mole of a ionic solid or ionic compound into gaseous constituent ions. സോളിഡ് ആവണം കേട്ടോ അയോണിക് കോമ്പൗണ്ട്. കാണാതെ പഠിക്കണ ഡെഫിനേഷൻ. നമുക്കിനി തെർമോഡൈനാമിക്സിലൊക്കെ വീണ്ടും നമ്മളിത് പഠിക്കുന്നുണ്ട്. നോക്കൂ, ലാറ്റിസ് എൻതാൽപ്പി ഓഫ് NaCl 788 കിലോ ജൂൾ പെർ മോൾ ആണ്. എന്താ അതിന്റെ മീനിങ്? ഇത് 1 മോള് സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ 788 കിലോ ജൂൾ പെർ മോൾ എനർജി റിലീസ് ചെയ്യും. അല്ലെങ്കിൽ അത്രയും എനർജി ഇങ്ങോട്ട് കൊടുത്താൽ ഇത് ദെന്നൊക്കെ പൊട്ടിയിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് ഗേഷ്യസ് അയോൺസ് ആയിട്ട് മാറും. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് 788 കിലോ ജൂൾസ് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് 1 മോൾ ഓഫ് സോളിഡ് NaCl into 1 മോൾ ഓഫ് Na പ്ലസ് ഗേഷ്യസ് ആൻഡ് 1 മോൾ ഓഫ് Cl മൈനസ് ഗേഷ്യസ് അയോൺ then to an infinite distance. എന്നിട്ട് നോക്കിയേക്ക്, the stability of ionic compound is determined by its lattice enthalpy. Generally, greater the lattice enthalpy, stable will be the compound. എത്രത്തോളം ലാറ്റിസ് എൻതാൽപ്പി കൂടുന്നോ അത്രത്തോളം ആ കോമ്പൗണ്ട് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ലാറ്റിസ് എൻതാൽപ്പി. ക്ലിയർ അല്ലേ? അത് എങ്ങനെ അയോണിക് ബോണ്ട് ഫോം ചെയ്തത്? ബൈ ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ്. ദെൻ എന്താ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. എന്തായിരുന്നു ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? ആറ്റംസ് എൻറ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ഇൻ ഓർഡർ ടു അറ്റൈൻ എന്തായിരുന്നു? then octet of electrons in their valence shell. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പറഞ്ഞത്. then bond formed by transference of electrons. അതാണ് അയോണിക് ബോണ്ട്. ഓക്കെ, നേരത്തെ കണ്ടു മെഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത്. നോക്കിയേ നിങ്ങൾ, മെഗ്നീഷ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282 ആണ്. 2 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് അപ്പോൾ 28 ആയി വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ. Mg2+. അതേപോലെ O2- ആകുമ്പോൾ 28, അതും ഫുള്ളി ഫിൽഡ് ആയി, അല്ലെ 8 ഇലക്ട്രോൺസ് ആയി. പിന്നെ Mg2+ഉം O2- തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദറ്റ് ഈസ് കോൾഡ് അയോണിക് ബോണ്ട്. അല്ലേ, ശരിയല്ലേ? അത് അവിടെ നമ്മൾ ഇലക്ട്രോ വാലൻസി എന്നുള്ളത് പറഞ്ഞു. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കൂ. കാൽസ്യം ഫ്ലൂറൈഡ് CaF2 എങ്ങനെ എഴുതുക? കാൽസ്യത്തിന്റെ ഔട്ടർ മോഷനിൽ 2 ഇലക്ട്രോൺസ്, ഫ്ലൂറിൻ 2 ഫ്ലൂറിൻ ഉണ്ട്. ഫ്ലൂറിന്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ ആണ്. 17th ഗ്രൂപ്പിലാണ്. 17th ഗ്രൂപ്പിൽ ദെൻ ഇവിടെ ഈ ഫ്ലൂറിന് 7 ഇലക്ട്രോൺ, ഇവിടെ 7 ഇലക്ട്രോൺ. ഇയാൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും, ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ Ca2+, പിന്നെ F ഒരാൾക്ക് ഒരു മൈനസേ ഉള്ളൂ, പക്ഷെ 2 ഉള്ളതുകൊണ്ട് 2-. അപ്പോൾ ഇവർക്ക് ഈ ബോണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ദെൻ അയോണിക് ബോണ്ട് എന്ന് വിളിക്കാം. ഇവിടെ ഇയാൾ ഇലക്ട്രോ വാലൻസി 2 ആണ്. ഫ്ലൂറിന് ഓരോ ഇലക്ട്രോ വാലൻസി, ഒരു ഇലക്ട്രോണല്ലേ ഓരോരുത്തർ വാങ്ങുന്നുള്ളൂ. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് കാൽസ്യത്തിന്റെ ഇലക്ട്രോ വാലൻസി 2, ഫ്ലൂറിന്റെ ഇലക്ട്രോ വാലൻസി 1. ഓക്കെ, അപ്പോൾ ഇവിടെ അയോണിക് ബോണ്ട് ഫോർമേഷൻ. അടുത്ത് നമ്മൾ ക്ലോറിൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ ശ്രദ്ധിക്കാം. Cl2.
ക്ലോറിൻ്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. 7 ഇലക്ട്രോൺ ക്ലോറിൻ്റെ ഔട്ടർ മോഷനിൽ. അടുത്ത ക്ലോറിൻ്റെ ഔട്ടർ മോഷനിലും 7 ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ ഇയാൾ ട്രാൻസ്ഫറൻസ് വഴിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് കൊടുത്താൽ ഇയാൾക്ക് 8, പക്ഷേ ഇയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യോ ഇല്ല. അന്നേരം നമ്മൾ പറയുന്നതാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് ബൈ ഷെയറിങ് ദിസ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ പെയറിനെ ഇവർ രണ്ടാളും കൂടി ഷെയർ ചെയ്യാണ്. 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ഇയാൾ ഒന്ന് കൊടുത്തു, ഇയാൾ ഒന്ന് കൊടുത്തു. ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. എന്താ പേരെന്താണ്? കോവാലന്റ് ബോണ്ട്. എങ്ങനെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ബൈ ഷെയറിങ് ദെൻ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബൈ ഷെയറിങ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 ആറ്റം. അതിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. എന്താ കോവാലന്റ് ബോണ്ട് എന്ന് എഴുതിയത്? ബോണ്ട് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ആറ്റംസ്, ദാറ്റ് ഈസ് കോൾഡ് കോവാലന്റ് ബോണ്ട്. ഇവിടെ 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. ഇവിടെ 1 2 3 4 5 6 then 7 8 ഒക്ടക്റ്റ് ആയി. ഈ ഇലക്ട്രോണിന് ഇയാൾക്കും ഉണ്ട്, അപ്പോൾ ഇയാൾക്കും ഒക്ടക്റ്റ് ആയി. ഈ കോവാലന്റ് ബോണ്ടിനെ നമ്മൾ ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് കാണിക്കുക. ദെൻ ഈ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് ഒരു സിംഗിൾ ലൈൻ വെച്ച് കാണിക്കും നമ്മൾ. അപ്പോൾ നോക്കിയേക്ക്, വെൻ 2 ആറ്റം ഷെയർ 1 ഇലക്ട്രോൺ പെയർ, അന്നേരം നമ്മൾ ആ ബോണ്ടിനെ പറയും സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. എന്താ അതിൻ്റെ പേരെന്താണ്? സിംഗിൾ കോവാലന്റ് ബോണ്ട്. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ക്ലോറിൻ മോളിക്യൂൾ ദെൻ എങ്ങനെ ഈ ബോണ്ട് ഫോം ചെയ്തത്? ബൈ മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ദെൻ ഈ ഷെയർഡ് പെയറിൽ ഒരു ഇലക്ട്രോണിന് ഈ ആറ്റവും അടുത്ത ഇലക്ട്രോണിന് ഈ ആറ്റവുമാണ് കൊടുക്കുന്നത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ, കാർബൺ ടെട്രാക്ലോറൈഡ്. എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? കാർബണിന്റെ ഔട്ടർ മോഷനിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. 4 ഇലക്ട്രോൺ. കാർബൺ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, ഇയാൾക്കും 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ. ദെൻ ഇനി ഇയാൾക്ക് 7 ഇലക്ട്രോൺ, അടുത്ത ക്ലോറിനും. ദെൻ നെക്സ്റ്റ് ക്ലോറിൻ ഇവിടെ ഉണ്ട് 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ. അടുത്ത ക്ലോറിൻ ഇവിടെ ഉണ്ട് 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ. അപ്പോൾ ഇയാൾക്ക് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഇയാൾക്ക് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഇയാൾക്ക് ഒക്ടക്റ്റ്, ഇയാൾക്ക് ഒക്ടക്റ്റ്. സെൻട്രൽ കാർബൺ ആറ്റത്തിന് ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇതിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. നമുക്കിതിനെ കാണിക്കാം അങ്ങനെ. കാർബണിന് ഇങ്ങോട്ടൊരു ക്ലോറിൻ, ഇങ്ങോട്ടൊരു ക്ലോറിൻ, ഇങ്ങോട്ടൊരു ക്ലോറിൻ, 4 ക്ലോറിനേറ്റ് ബോണ്ട്. ഇതാണ് കോവാലന്റ് ബോണ്ട്. ക്ലിയർ ആണോ ഇത്? അടുത്ത് നോക്കൂ, നമുക്ക് ഓക്സിജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ നോക്കാം. O2. എങ്ങനെ ഓക്സിജൻ മോളിക്യൂള്? ഓക്സിജന്റെ ഔട്ടർ മോഷനിൽ 16th ഗ്രൂപ്പിലാണ് 6 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്? 6 ഇലക്ട്രോൺ. ദെൻ അടുത്ത ഓക്സിജനും 6 ഇലക്ട്രോൺ. 6. ഇയാൾ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ 6 കൂടി ഒരു ഇലക്ട്രോൺ 7 അല്ലേ ആവുള്ളൂ. അപ്പോൾ ഈ 2 പെയറിനെ ഷെയർ ചെയ്യും ഈ 2 ആൾക്കാർ. അപ്പോൾ ഇവിടെ നോക്കിയേക്ക് 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് ഒക്ടക്റ്റ്, ഇയാൾക്ക് ഒക്ടക്റ്റ്. 4 ഇലക്ട്രോണിൽ 2 ഇയാളും 2 ഇയാളുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ കാണിക്കാം. 2 ലൈന് കൊടുക്കും. 2 പെയർ ഇലക്ട്രോൺ ഷെയറിങ്ങിന് ഉപയോഗിച്ചപ്പോൾ 2 ലൈന്. ഇത് നമ്മൾ പേര് കൊടുക്കും ഡബിൾ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. എന്താ പേരെന്താണ്? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ കോവാലന്റ് ബോണ്ട്. 2 ഇലക്ട്രോൺ പെയറിന് ഷെയർ ചെയ്യുമ്പോൾ. ഇനി വേറെ എക്സാമ്പിൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ്? ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? കാർബണിന്റെ ഔട്ടർ മോഷനിൽ 4 ഇലക്ട്രോൺ. ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജന്റെ ഔട്ടർ മോഷനിൽ ഇവിടെ നോക്കൂ. ദെൻ ഓക്കെ 6. ഇയാൾക്ക് ഒക്ടക്റ്റ്, അടുത്ത ഓക്സിജൻ ഇതേപോലെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാർബൺ ഇങ്ങോട്ടൊരു ഡബിൾ ബോണ്ട്, ഇങ്ങോട്ടൊരു ഡബിൾ ബോണ്ട്. ഇത് നമുക്ക് വിളിക്കാം ഡബിൾ കോവാലന്റ് ബോണ്ട്. ക്ലിയർ അല്ലേ അത്? അടുത്തതേപോലെ C2H4 നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ മതി. C2H4 ഇതേപോലെ വരയ്ക്കാൻ പറ്റും. ഏതാ C2H4? നമ്മൾ എന്താ അതിന്റെ പേരെന്താ കൊടുക്കുക? എത്തീൻ എന്നൊക്കെ പഠിച്ചില്ലടാ. C2H4 എന്താ അതിന്റെ പേരെന്താണ്? എത്തീൻ മോളിക്യൂൾ. എങ്ങനെ വരയ്ക്കുക? ഇവിടെ നോക്കൂ. കാർബണിന്റെ ഔട്ടർ മോഷനിൽ നിങ്ങൾ 4 ഇലക്ട്രോൺ അല്ലേ കൊടുത്ത്? 4 എണ്ണം. ഇവിടെ ഒരു കാർബൺ 4 ഇലക്ട്രോൺ, 4 എണ്ണം. ദെൻ ഇനി അടുത്ത കാർബൺ ഉണ്ട്, ദെൻ 4 ഇലക്ട്രോൺ. ദെൻ ഇനി ഇവിടെ നോക്കിയേക്ക്. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട്, അടുത്ത ഹൈഡ്രജനായിട്ട് ഇവിടെ ബോണ്ട്, അടുത്ത ഹൈഡ്രജനായിട്ട്. ഇയാൾക്ക് 2 ഇലക്ട്രോൺ. ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ ആട്ടോ വരാം. 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. ഇവിടെ ഈ കാർബൺ നിങ്ങൾ നോക്കൂ. ഇതെല്ലാം കൂടി വരുമ്പോൾ 8 ഇലക്ട്രോൺ ഒക്ടക്റ്റ്. ഈ കാർബൺ അതേപോലെ ഒക്ടക്റ്റ് ഓഫ് ഇലക്ട്രോൺസ് വരും. ഒന്ന് വരച്ച് പഠിക്കണം. ദെൻ ഡബിൾ കോവാലന്റ് ബോണ്ട്. ക്ലിയർ അല്ലേ ആ പറഞ്ഞത്? ഇനി ഇവിടെ നോക്കൂ. അടുത്ത് നമുക്ക് നൈട്രജൻ മോളിക്യൂൾ. എങ്ങനെ നൈട്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ? നൈട്രജന്റെ ഔട്ടർ മോഷനിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 5 ഇലക്ട്രോൺ. അടുത്ത നൈട്രജൻ ആറ്റം 5 ഇലക്ട്രോൺ. ഈ 5ലൂടെ ഒരു പെയർ ഷെയർ ചെയ്താൽ 6 അല്ലേ ആവുള്ളൂ. 2 ആണെങ്കിൽ 7. 3 പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ഇയാൾ ഒക്ടക്റ്റ് ആയി, ഇയാൾക്കും ഒക്ടക്റ്റ് ആയിടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. 3 ലൈന് കാണിക്കണം 2 നൈട്രജൻ ആറ്റത്തിന്റെ ഇടയ്ക്ക്. ഇതിനെന്താ വിളിക്കുന്ന പേരെന്താ? ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. അതിന് വേറെ എക്സാമ്പിൾ ആണ് C2H2. ആരാ C2H2 എന്നുള്ള ഏതാണ്? അസറ്റിലിൻ അല്ലെങ്കിൽ ഈത്തൈൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. YN ഈത്തൈൻ. എങ്ങനെ കൊടുക്കാം? കാർബണിന്റെ ദെൻ ഹൈഡ്രജൻ ഓരോന്നല്ലേ ഉള്ളൂ.
അപ്പോൾ 3 ഇലക്ട്രോൺ ഇങ്ങനെ കൊടുത്തു, ഇവിടെ ഒരു ഇലക്ട്രോൺ. ഈ കാർബൺ അതേപോലെ 3 ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. ഇവിടെ ഹൈഡ്രജൻ 1, ഇവിടെ ഹൈഡ്രജൻ 1. ഇവിടെ നോക്കിയാൽ ഈ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ, ഈ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ. സെൻട്രൽ കാർബൺ ആറ്റത്തിന് ഒക്ടക്റ്റ്, ശരിയല്ലേ ഇത്? ദെൻ ഇതിനെയാണ് അസെറ്റിലിൻ മോളിക്യൂൾ. ഈ കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വന്നു, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഇതാണ് ഈത്തൈൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ. നോക്കിയേക്ക്, ഈ ഡബിൾ ബോണ്ട്, ദെൻ സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഒരു പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ബോണ്ട്, 2 പെയർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ബോണ്ട്, 3 പെയർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും കൂടി മൾട്ടിപ്പിൾ കോവലന്റ് ബോണ്ട് എന്ന് വിളിക്കും. എന്താ പേരെന്താ? അവിടെ വായിച്ചു നോക്കൂ. മൾട്ടിപ്പിൾ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. ഏതിന്? ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും. ക്ലിയർ ആണല്ലോ ഇത്? ശ്രദ്ധിക്ക്, നമ്മൾ പഠിച്ച് 2 ടൈപ്പ് ബോണ്ട് ആയിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് അയോണിക് ബോണ്ടും അടുത്തതാണ് കോവാലന്റ് ബോണ്ടും. അയോണിക് ബോണ്ട് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ ആണ്. കോവലന്റ് ബോണ്ട് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഈ ഷെയർഡ് ഇലക്ട്രോൺസിൽ പകുതി ഇലക്ട്രോണിന് ഒരാറ്റവും അടുത്ത പകുതി അടുത്ത ആറ്റവും ഷെയർ ചെയ്യും, ദെൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കോർഡിനേറ്റ് ബോണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വേറെ പേരാണ് ഡേറ്റീവ് ബോണ്ട്. കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട്. എങ്ങനെ ഇത് വരയ്ക്കുക നോക്കിക്കോ. നമ്മൾ എക്സാമ്പിൾ NH4+ അയോൺ ആണ്. NH4+ അയോൺ നോക്കിക്കോ. ഈ ദെൻ അമോണിയ മോളിക്യൂൾ ആദ്യം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നൈട്രൻ്റെ ഔട്ടർ മോഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. 5 ഇലക്ട്രോൺ നൈട്രൻ്റെ ഔട്ടർ മോഷനിൽ. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു. ഇത് അമോണിയ. ദെൻ ഈ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ, ഇതിന് 2 ഇലക്ട്രോൺ, ഇതിന് 2 ഇലക്ട്രോൺ. സെൻട്രൽ നൈട്രജന് 8 ഇലക്ട്രോൺസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇനി ദെൻ ഹൈഡ്രജൻ ഒരു H+ അയോൺ വന്നിട്ടുണ്ട്. മൂപ്പര് അനാഥനാണ്, ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. ഇലക്ട്രോൺ പോയപ്പോഴല്ലേ H+ അയോൺ ആയി മാറിയത്. ഓക്കെ, ദെൻ ഇനി ഇവിടെ ഇയാളായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നത് ഈ ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യും. ഇവിടെ ഇയാൾ ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്തിട്ട് ബോണ്ട് ഉണ്ടാക്കി. ഈ ഇലക്ട്രോൺ പെയർ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്, ഹൈഡ്രജൻ H+ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേക്ക്, പക്ഷേ നേരത്തെ കോവലന്റ് ബോണ്ട് പഠിച്ചതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ 2 ഇലക്ട്രോണിനെയും ഷെയർ ചെയ്യുന്നത്, ദെൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ആറ്റം തന്നെയാണ്. ഇങ്ങനെയുള്ള ബോണ്ടിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട് എന്നുള്ളത്. അതായത് ഇതൊരു കോവാലന്റ് ബോണ്ട് തന്നെയാണ്. പക്ഷേ എന്താ പ്രശ്നം? എന്താ ഉള്ളത്? ആ ഷെയർ ചെയ്യേണ്ട 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ഒരു ആറ്റാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട്. വായിച്ചു നോക്കും. എ കോവലന്റ് ബോണ്ട് ഇൻ വിച്ച് ബോത്ത് ദ ഇലക്ട്രോൺസ് in the shared pair is contributed by only one of the two atom is called coordinate bond അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട്. ഒരാൾ കൊടുക്കും, അതിന് ഡോണർ, അടുത്ത ആൾ വാങ്ങും, അതിന് ദെൻ ഓക്കെ അക്സെപ്റ്റർ എന്നൊക്കെ പറയാറുണ്ട്. ഒരു ആരോ മാർക്ക് വെച്ചിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ അതിനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ദെൻ ഓക്കെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട് തന്നെയാണ്. ബട്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൺലി വൺ ആറ്റം. അത്രേ അതിന് വ്യത്യാസമുള്ളൂ. നോക്കും, ദെൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളെ ഡോണർ എന്നുള്ളതും വാങ്ങുന്ന ആളെ പറയുന്ന പേരെന്താണ്? അക്സെപ്റ്റർ എന്നുള്ളതും. ദിസ് ബോണ്ട് ഈസ് യൂഷ്വലി റെപ്രസെന്റഡ് ബൈ അൻ ആരോ പോയിന്റിംഗ് ഫ്രം ഡോണർ ടു അക്സെപ്റ്റർ. ഒരു ആരോ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ഫോർമേഷൻ ഓഫ് NH4+ വളരെ വിശദമായിട്ട് പറഞ്ഞു. NH4+ അമോണിയ, ദെൻ NH4+ ആയിട്ട് മാറുന്നത് ആ ദെൻ ഇത് നമ്മൾ വിളിക്കും, ഈ 2 ഇലക്ട്രോണിനെ ഇയാൾ എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാണ്. ആരായിട്ടാണ്? H+ അയോണിനായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ അതിന്റെ പേരെന്താ പറഞ്ഞത്? ഡേറ്റീവ് ബോണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്നാ പറയാ. വേറെ എക്സാമ്പിൾ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മളൊരു ദെൻ അമോണിയ ഉണ്ടായിട്ടുണ്ട്. ഈ അമോണിയ ഉണ്ടായത് അവിടെ ഈ പെയറുകളൊക്കെ എന്താണ്? നോർമൽ കോവലന്റ് ബോണ്ടാണ്. ഈച്ച് ആറ്റം സപ്ലൈസ് അൻ ഇലക്ട്രോൺ എന്നാണ്. എന്നിട്ട് ആ അമോണിയ പിന്നെ H+ അയോണായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നോക്കും, ദെൻ അയാള് ആ ഇലക്ട്രോൺ 2 ഇലക്ട്രോണിന് H+ അയോൺ ഷെയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ഒരാറ്റം തന്നെയാണ്. കോർഡിനേറ്റ് കോവലന്റ് ബോണ്ട്, ദ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സെയിം ആറ്റം, അതിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് കോവലന്റ് ബോണ്ട്. അപ്പൊ എന്തൊക്കെ ബോണ്ടുകളാണ് നമ്മൾ പഠിച്ചത് നോക്കിയേ. ഏതൊക്കെ ബോണ്ടുകളാണ്? അയോണിക് ബോണ്ട് പഠിച്ചു, ദെൻ അതേപോലെ കോവലന്റ് ബോണ്ട് പഠിച്ചു, പിന്നെ അതേപോലെ കോർഡിനേറ്റ് ബോണ്ട് പഠിച്ചു. മനസ്സിലായല്ലോ കോർഡിനേറ്റ് ബോണ്ട് എന്താന്നുള്ളത്? എന്താ നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഇസ് എ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് എ പെയർ ഓഫ് ഇലക്ട്രോൺ, ബട്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ബൈ only one atom. അതിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട്. ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ. ദെൻ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. BF3യും അതേപോലെ NS3യും കൂടിയും ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് പഠിക്കും, ഇക്വിലിബ്രിയത്തിലൊക്കെ നമ്മൾ പഠിക്കും. അവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ കാണാം, ആ ബോറോണിന് നമ്മൾ അമോണിയയിൽ നൈട്രന്റെ മുകളിൽ ഒരു പെയർ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യാണ്? ഇയാൾ ബോറോണിന് ഷെയർ ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യാണ്. പിന്നീട് വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതൊരു കോർഡിനേറ്റ് ബോണ്ടാണ്. അപ്പോൾ നമ്മൾ ബോണ്ടുകളെ ഡിഫറെൻറ്റ് ടൈപ്സാണ് പഠിച്ചത്. ദെൻ അയോണിക് ബോണ്ട്, കോവലന്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്. നമ്മൾ തുടങ്ങിയത് എന്താണ്
കെമിക്കൽ ബോണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഒക്ടറ്റ് റൂൾ, ലൂയിസ് സിമ്പിൾസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒക്ടറ്റ് റൂള്, ആറ്റംസ് എൻ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ഇൻ ഓർഡർ ടു അറ്റൈൻ ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. ഇനി ആ ഒക്ടറ്റ് കിട്ടാൻ ബൈ മ്യൂച്വൽ ഷെയറിംഗ് ആകാം, അല്ലെങ്കിൽ ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് ആകാം. അങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് അവസാനിപ്പിക്കാം. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.